ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ആപ്പാണ് ജെമിനി ആപ്പ്. അപ്പോൾ സംഭവം ഏത് സാധാരണക്കാരനും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നാൽ ഭയങ്കര ഉപകാരമുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് കാണിച്ചു തരാം. ആപ്പ് എടുക്കുക, ഒന്നുമില്ല, നമ്മളെ മൊബൈലിൽ ഒരു ആപ്പ് കയറ്റുക, ജെമിനി എന്ന ആപ്പ് കയറ്റുക, ഓൺ ചെയ്യുക, അതിനോട് സംസാരിക്കുക. അപ്പോൾ ഞാൻ ആപ്പ് കയറ്റി ഞാൻ സംസാരിക്കുകയാണ്, നമുക്ക് എന്ത് സംശയം ചോദിക്കാം. ഞാനൊരു വിവാഹിതനാണ്, എനിക്ക് ഒരു വിവാഹം കൂടി കഴിക്കണം, എന്താ നിങ്ങളുടെ അഭിപ്രായം? താങ്കൾ വിവാഹിതനാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിയമപരവും ധാർമ്മികവുമായ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച് നിലവിലുള്ള വിവാഹം നിയമപരമായി വേർപെടുത്താതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് വലിയ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. മാത്രമല്ല, ഇത് ധാർമ്മികമായി ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പങ്കാളിയുടെ വികാരങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം പ്രധാനമാണ്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ആലോചിക്കുന്നത് നല്ലതാണ്. അതിന് കെട്ടിയ പെണ്ണുങ്ങൾ ബമ്പ കച്ചറ അപ്പത്തെ കാട്ടുക. നിങ്ങളുടെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ സമീപിക്കുന്നത് നല്ലതാണ്. അവർക്ക് നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള വഴികൾ പറഞ്ഞു തരാനും സാധിക്കും. അപ്പം കണ്ടങ്ങൾ ഇത് നേരായ രൂപത്തിലാണ് ഈ സംഗതിയൊക്കെ പറഞ്ഞത്. നമ്മൾ തമാശ ചോദിച്ചാലും മൂപ്പർ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ വേറെ ചോദിക്കാം. അവിടെ ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. ഞാൻ ഒരു വീട്ടിൽ ഫിറ്റ് ചെയ്യുന്ന ELCB എന്ന ഉപകരണത്തിൻ്റെ കാര്യം എന്താണ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? തീർച്ചയായും പറയാം. ELCB എന്നാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഇത് വീട്ടിലെ ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ വൈദ്യുതി പ്രവാഹം തടഞ്ഞ് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതായത് ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഉണ്ടായാൽ ELCB പ്രവർത്തിച്ച് വൈദ്യുതി നിലയ്ക്കും. ഇത് തീപിടിത്തം, വൈദ്യുതാഘാതം തുടങ്ങിയ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. എന്ത് ചോദിക്കാം നമുക്ക്. ഞാനിപ്പോൾ ഒരു കൃഷി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഒരു ചോദ്യം, റംബൂട്ടാൻ കൃഷിയിൽ ഏറ്റവും നല്ല ഇനം ഏതാണ്? റംബുട്ടാൻ കൃഷിയിൽ ഏറ്റവും നല്ല ഇനം മലേഷ്യൻ സ്വീറ്റ് ആണ്. ഈ ഇനം പഴത്തിന് നല്ല മധുരവും കട്ടിയുള്ള കാമ്പുമുണ്ട്. കൂടാതെ തേൻ റംബുട്ടാൻ, P10, P16 തുടങ്ങിയ ഇനങ്ങളും കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. എന്തും ചോദിക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ചുമട്ട് തൊഴിലാളിയാണെന്ന് സങ്കല്പിച്ചോളൂ. ഒരു ചുമട്ട് തൊഴിലാളിയായ എൻ്റെ തലയിൽ മാക്സിമം എത്ര കിലോ വെയിറ്റ് വരെ വെക്കാം? ഒരു ചുമട്ട് തൊഴിലാളിക്ക് തലയിൽ ചുമക്കാവുന്ന പരമാവധി ഭാരം 55 കിലോയാണ്. 2020 ഒക്ടോബർ 14 കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയത്. അതിനു മുൻപ് തൊഴിലാളികൾ 75 കിലോ വരെ ഭാരം തലയിൽ ചുമന്നിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം. ഇനി എന്താ ചോദിക്കാമല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഭയങ്കര ഉപകാരപ്പെടണം. അപ്പം നമുക്ക് ഓരോ സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് നടക്കണ്ട. നമ്മൾ നേരെ മൊബൈൽ എടുക്കുക, മൊബൈലിനോട് ചോദിക്കുക, ആൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പം ഈ ആപ്പ് അറിയാത്ത ആളുകൾ ഡൗൺലോഡ് ചെയ്യുക, കയറ്റുക, ഉപയോഗിക്കുക.